ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പം നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത് വെച്ച ഒരു ക്രോപ്പ് ടോപ്പ് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം, അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് ശേഷം ഈ സ്റ്റിച്ചിങ് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പ്, ജീൻസിൻ്റെ കൂടെയൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞു ക്രോപ്പ് ടോപ്പാണ് കേട്ടോ തയ്ക്കുന്നത്. ആദ്യം ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കണം. നമുക്ക് നെക്കൊന്നും ഫിനിഷ് ചെയ്യേണ്ട കാര്യമില്ല, ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ കൂട്ടിയെടുക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടിയെടുക്കുക, കെട്ടിട്ട് അടിച്ചേക്കുക കേട്ടോ. ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, കൈക്കുഴിയുടെ ഭാഗത്ത് തന്നെ കൈക്കുഴി വരണം, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞൊന്നും പോകരുത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴുത്തൊന്നും ഫിനിഷ് ചെയ്തിട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ വരുമ്പോൾ തിരിഞ്ഞു പോകാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും നമുക്ക് അടിച്ചെടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡിലൊരു സിബ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഞാൻ എളുപ്പത്തിന് ചെയ്യുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അവിടെ ഓപ്പൺ ചെയ്തിട്ട് ബട്ടൺ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ നോർമൽ സിബാണ്, സാധാരണ ഈ പാൻറ്റിലൊക്കെ വെക്കൂലേ ആ സിബാണ് കേട്ടോ, ഇൻവിസിബിൾ ഒന്നുമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പ്രഷർ ഫുട്ടൊന്നും മാറ്റേണ്ട, ജസ്റ്റ് ഈ എൻഡ് ഭാഗം ഒന്ന് മടക്കി പിടിച്ചിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ നോക്കിക്കോട്ടോ, ഒരു സൈഡ് വെക്കണം, ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും ചെയ്യാനില്ല, അടിയിലേക്ക് ഒരു പീസൊന്നും ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ബാലൻസ് ഇല്ല, പിന്നെ ഔട്ട് കളർ കൊടുക്കണം. അപ്പോൾ ഞാൻ കരുതി ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട്, ഒരുപാട് മടക്കരുത്, ഒരുപാട് മടക്കി അപ്പുറത്ത് തയ്യൽ തുമ്പ് വരും. ജസ്റ്റ് ഒന്ന് ചെറുതൊരു 1/4 ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ആ സിബിൻ്റെ റണ്ണറിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇൻവിസിബിൾ സിബാണെങ്കിൽ നമുക്ക് ഫുട്ടൊക്കെ മാറ്റണമല്ലോ, ഇതുപോലുള്ള നോർമൽ സിബൊക്കെ ആണെങ്കിൽ നമുക്ക് ഫുട്ട് മാറ്റാണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്യുക, അപ്പുറത്തെ സൈഡും ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക. എളുപ്പമാണ് കേട്ടോ ഈ ഒരു മെത്തേഡ്. ഞാൻ വേറൊരു കഷ്ണം തുണി തപ്പിപ്പോയപ്പോഴാണ് എനിക്ക് സിബ് കിട്ടിയത്. കഷ്ണം തുണി ഇട്ട് വെച്ചേക്കണതിൻ്റെ അകത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ ഞാൻ കരുതാണ് സിബ് വെക്കാമല്ലോ, എളുപ്പമുണ്ട്, കൊളുത്ത് വെക്കണ്ട, ഹുക്ക് വെക്കണ്ട, ബട്ടൺ വെക്കണ്ട, വേറെ കഷ്ണം വെച്ച് അടിച്ച് മറിക്കണ്ട, അങ്ങനെയൊക്കെ നോക്കിയപ്പോൾ ഈസി ആയിട്ട് തോന്നിയായിരുന്നാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമുക്ക് എത്രത്തോളം സിബ് വെക്കണം എന്ന് വെച്ചാൽ അതുവരെ വെച്ചിട്ടുണ്ട്. രണ്ട് സൈഡിൽ സിബൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് ഈ അടിഭാഗം ഉണ്ടല്ലോ, ഞാൻ കാണിച്ചു തരാം. ഈ സൈഡ് ഇങ്ങനെ നമുക്കിങ്ങനെ താഴേക്കൊന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. അവിടെ കുറച്ച് ഓപ്പണായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഓപ്പണായിട്ടൊന്നും ഇട്ടിട്ടില്ല, ഫുള്ളായിട്ട് ഞാൻ അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഇതുപോലെ അങ്ങ് അടിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിബ് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെക്കുക, അല്ലെങ്കിൽ നിങ്ങളവിടെ പ്ലാക്കറ്റ് വെച്ചിട്ട് ഹുക്ക് വെച്ച് കൊടുത്താലും മതി കേട്ടോ. ഹുക്കോ ബട്ടണോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നലത്തെ കമൻറ്റിലുണ്ടായിരുന്നു ഇത് തയ്ക്കണ കാണാൻ വെയിറ്റിംഗ് ആണെന്ന്. എന്തായാലും ചെയ്ത് നോക്കുക കേട്ടോ, എളുപ്പം ചെയ്യാവുന്നതാണ്, ഇപ്പോഴത്തെ ട്രെൻഡും ആണല്ലോ. അപ്പോൾ ഇങ്ങനെ നോക്കുക. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കണത് ക്യാമറ പെടണുണ്ടോ എന്ന് നോക്കണതാണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഇത്തിരി പൊങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലോണം എണീറ്റ് നിന്ന് നോക്കണം ക്യാമറയിൽ പെടണുണ്ടോ എന്ന്. അപ്പോൾ അത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അടിച്ചിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ ഒന്നിങ്ങനെ അടിച്ച് ഇങ്ങനെ ഫിനിഷ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അതുകൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിബിൻ്റെ പോർഷൻ റെഡി ആയിട്ടുണ്ട്. അത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മെഷീനിലേക്ക് കയറ്റി കൊടുക്കാം. എന്നിട്ട് അപ്പോൾ നിങ്ങളുടെ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു പീസൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നോട് ചോദിക്കാവുന്നതാണ്. പിന്നെ ടൈലറിങ് ക്ലാസ് ഉണ്ട് കേട്ടോ, ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായി കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ചെറിയ ഫീസൊക്കെ ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട് ഫീസ് ഇല്ലാതെയാണോ പഠിപ്പിക്കുന്നത്. ഫീസ് ഇല്ലാതെ ഞാൻ യൂട്യൂബിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, വാട്സപ്പിലൂടെ ഞാൻ ഫീസ് വാങ്ങിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും കേട്ടോ. ക്ലാസ്സിൽ ചേരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കഴുത്ത് ഫിനിഷ് ചെയ്യണം. കഴുത്ത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഇവിടെയൊക്കെ നൂലൊക്കെ വന്നതൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കി എടുത്തതാണ്. ഇനി നമുക്ക് കൈ വെച്ച് കൊടുക്കണം. കൈ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് കൈൻ്റെ അടിഭാഗം ഒന്ന് മടക്കി അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഫുള്ള കൈ, അതായത് ഇവിടെ കുറച്ച് വീതിയുള്ള പട്ടുള്ള കൈയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ മെറ്റീരിയൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് കഫുള്ള കൈ തന്നെ ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ പിന്നെയും പോയി ക്യാമറയിൽ നോക്കുകയാണ്, ആയിട്ടുണ്ടോ വീഴുന്നുണ്ടോ, ക്യാമറയിൽ പെടണുണ്ടോ എന്നൊക്കെ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷൻ മാറിയിരിക്കണോണ്ടേ ഒരു വെപ്രാളാണ്. അല്ലെങ്കിൽ മറ്റേതാണെങ്കിൽ നമുക്കിങ്ങനെ ഇരുന്നിടത്ത് തന്നെ ഇരുന്ന് നോക്കാമായിരുന്നു. ഇതിപ്പോൾ
ക്യാമറ കുറച്ച് പൊങ്ങി. പിന്നെ എൻ്റെ ട്രൈപോഡ് ഞാൻ പുതിയത് വാങ്ങിച്ചില്ല കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നില്ലേ ട്രൈപോഡ് പൊട്ടിപ്പോയിന്ന്. പക്ഷേ മോനത് ഒട്ടിച്ചപ്പോൾ അത് റെഡിയായി. അപ്പോൾ പിന്നെ അത് ഓടണത്തോളം ഓടട്ടെ, നമ്മൾ വെറുതെ ആവശ്യമില്ലാണ്ട് കാശ് ചിലവാക്കേണ്ട. ഒരുപാട് പൈസയൊന്നും ആവില്ല. ചെറിയൊരു ട്രൈപോഡാണ്. ഞാനിങ്ങനെ മുകളിലൊരു ഗ്ലാസ് വെച്ചിട്ട് അതിലിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം മോഡൽ ട്രൈപോഡാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് ഞാൻ ഈ എണീറ്റ് നോക്കണത്. അപ്പോൾ അത് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് കൈ ഒന്ന് ഇതായി ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ സൈഡ് കൂട്ടണതിന് മുമ്പ് കൈ വെക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഷർട്ടിനൊക്കെ അങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് തയ്യൽ തുമ്പൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടില്ല. ഇനി റൗണ്ടിലടിക്കണമെന്നുള്ളവർക്ക് റൗണ്ടിലടിക്കട്ടെ. ഞാൻ ഇങ്ങനെ അടിച്ചടിച്ച് വന്നപ്പോൾ കുറച്ച് കൂടുതലായിട്ട് വന്ന് അത് ഞാൻ കുഞ്ഞു പ്ലീറ്റ്സ് ആയിട്ട് അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു ചെറിയ പഫൊക്കെ ഇരുന്നോട്ടെ. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ടുള്ള കൈയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണല്ലോ. ഓരോ ഐഡിയകൾ ചെയ്യുമ്പോഴും ഓരോ ഐഡിയ വരണത്, അല്ലാതെ ഓരോ ഐറ്റം സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഓരോ ഐഡിയകൾ നമുക്ക് തോന്നും കേട്ടോ. അത് സ്വാഭാവികമാണ്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതേപോലെയൊക്കെ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെയാണ് നമ്മൾ തയ്യൽ പഠിക്കണത്. നമ്മൾ ചെയ്താണ് കേട്ടോ പഠിക്കുന്നത്. ഒരു കാര്യവും നമുക്ക് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പഠിച്ചാണെങ്കിലും ഒന്നും നമുക്കതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു എന്ന് ഞാൻ പറയില്ല കേട്ടോ. ഇപ്പോഴും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തയ്യൽ പഠിച്ചിട്ടില്ല. പലരും ചെയ്യണത് ഞാൻ നോക്കിയിരിക്കാറുണ്ട്. വീഡിയോസൊക്കെ കാണുമ്പോൾ എല്ലാവരുടെ വീഡിയോകളിൽ നിന്നും പുതിയ അറിവുകൾ നമുക്ക് കിട്ടാറുമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോന്ന് പലർക്കും പല ടിപ്പുകളും ഐഡിയകളൊക്കെ കിട്ടാറുണ്ടെന്ന് എനിക്ക് എന്നോട് പറയാറുണ്ട്. അളവിൻ്റെ കാൽക്കുലേഷൻ ആണെങ്കിലും തയ്ക്കണ മെത്തേഡാണെങ്കിലും അതൊക്കെ ഓരോ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിൽ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ കിട്ടണതാണ് കേട്ടോ. അപ്പോൾ അത് 2 കൈയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് അടിക്കാം. സൈഡൊന്നും ഒരുപാട് തയ്യൽ തുമ്പോൾ ഞാൻ കൊടുക്കണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ നമ്മുടെ ഷർട്ട് ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസിൽ കിടന്നാലാണ് അതിനൊരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് സൈഡ് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ സിയാമോളുടെ അളവെടുത്തിട്ട് കുറേ ആയി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവൾ വെക്കേഷനൊക്കെ ആയിട്ടേ, വെക്കേഷൻ ആകുമ്പോൾ കുട്ടികൾ ആണെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വിനിങ്ങിയിട്ടൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലിരിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും ഇത് ഇടിപ്പിച്ച് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷേപ്പ് ചെയ്യുക ലൂസ് ചെയ്യുക ചെയ്യാമല്ലോ. അപ്പുറത്തെ സൈഡ് അടിച്ച് അടിഭാഗം ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ. ഇനിയാണ് നമുക്ക് കഴുത്ത് റെഡിയാക്കാം. അപ്പോൾ കഴുത്ത് റെഡിയാക്കാനായിട്ട് നമുക്ക് ഇന്നലെ വെട്ടിയതിൽ ബാലൻസ് ഉണ്ടായിരുന്ന പീസിൽ നിന്ന് ഞാനൊരു നീളത്തിലൊരു പീസ് കുഞ്ഞ് പഫൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കൈയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മുടെ വെട്ടേഷണത്തിൽ നിന്ന് നീളത്തിൽ ഒരു 1.5 ഇഞ്ച് വീതിയിൽ നീളത്തിലൊരു പീസ് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നടുഭാഗം കാണുക. എന്നിട്ട് നടുഭാഗത്ത് നമുക്കൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്ക് സൈഡിൽ നമുക്കൊരു നോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് വെക്കണ മെത്തേഡാണ്. ഒരു ടൈ പോലെ കേട്ടോ. കുറച്ചുകൂടെ വീതി ഉണ്ടെങ്കിൽ നല്ലതാട്ടോ. ഇതിപ്പോൾ 1.5 ഇഞ്ച് വീതിയുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 2.5 ഇഞ്ച് വീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ. മുമ്പ് ഞാനിതുപോലെ ഒരു കോളർ വെക്കണത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരുകളിലേക്ക് ആ ഒരു വീഡിയോ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വൈറലാവാനൊക്കെ കാരണം നിങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ലൈക്ക് ചെയ്യണതിനനുസരിച്ചാണ് വീഡിയോ വൈറലാവണത്. അതെല്ലാ വീഡിയോ അങ്ങനെ തന്നെയാണ്. ഓരോരുത്തരുടെ വീഡിയോ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ബാക്ക് സൈഡിൽ അതിങ്ങനെ വെച്ച്, അതുപോലെ തന്നെ നമ്മുടെ ഒരു നൈറ്റിയുടെ വീഡിയോ വൈറലായിട്ടുണ്ട്. പിന്നെ പൈപ്പിംഗ് വെക്കണ വീഡിയോ അങ്ങനെ അതും വൈറലായിട്ടുണ്ട്. കുറേ വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ട്. പിന്നെ എൻ്റെ കുഴപ്പം കൊണ്ട് തന്നെയാണ് ചാനൽ ഇത്ര താഴെ പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാൻ മടി പിടിച്ചതുകൊണ്ടാണ്. ഇപ്പം ഞാൻ റെഗുലറായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് 1 ലക്ഷം ആവാട്ടോ. 1 ലക്ഷം 5 കൊല്ലത്തെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് കൊറോണ ടൈമിൽ തുടങ്ങിയതാണ്. പക്ഷെ ഒരു 90 കഴിഞ്ഞിട്ടേ പിന്നെ ഞാൻ വീഡിയോ ഇടാണ്ടായിട്ട് അനങ്ങണില്ല. അത് ഇപ്പോൾ ഒരു 96 ആയിട്ടുണ്ട്. 96 94 അത്രയൊക്കെ ആയിട്ടുണ്ട്. ഒരു 100 ആവുകയാണെങ്കിൽ നമുക്ക് ആ പ്ലേ ബട്ടൺ കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നടുഭാഗത്തുനിന്ന് കഴുത്ത് വരെ അടിച്ചു. ഇനി ഇപ്പുറത്തുനിന്ന് ഇതാ ഇങ്ങനെ കഴുത്ത് വരെ തന്നെ അടിക്കുകയാണ് കേട്ടോ. കഴുത്ത് വരെ അറ്റം വരെ നമുക്ക് മടക്കി എടുക്കണം. അപ്പോൾ കഴുത്ത് വരെ ആദ്യം അടിച്ച് നിർത്തുക. കണ്ട അതാ ഇതുപോലെ അടിച്ചങ്ങ് നിർത്തിയാൽ മതി കേട്ടോ. കണ്ട ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒപ്പാണോന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഇങ്ങനെ അടിച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡൊക്കെ ഒപ്പാണോ നോക്കാം. അല്ലെങ്കിൽ കയറി ഇറങ്ങിയൊക്കെ ഇരുന്നാൽ ഭംഗി ഉണ്ടാവില്ലല്ലോ. അതിന് ശേഷം നമുക്കിങ്ങനെ മടക്കി ഇതുപോലെ ഇപ്പുറത്തുനിന്ന് മടക്കുക, അപ്പുറത്തുനിന്ന് മടക്കിയിട്ട് ഇങ്ങനെ അടിക്കുക. കഴുത്തിൻ്റെ ആ ഭാഗത്തുനിന്ന് തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം, അല്ലെങ്കിൽ നമുക്ക് അറ്റത്തുനിന്ന് തുടങ്ങാം കേട്ടോ.
അപ്പോൾ ഞാൻ ആ കഴുത്തിൻ്റെ ഭാഗത്തു നിന്ന് അടിച്ച് തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത് അറ്റത്തു നിന്ന് അടിക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടെ നിന്ന് അഴിച്ചിട്ട് അറ്റത്തുനിന്ന് അടിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെന്തെങ്കിലും ചെയ്ത് കൊണ്ട് വരുമ്പോഴായിരിക്കും അയ്യോ ഇങ്ങനെ വേണ്ടല്ല മറ്റേതുപോലെ ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത മോഡൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് അഴിച്ചിട്ട് രണ്ടാമത് ഒന്നുകൂടെ ചെയ്യും. അപ്പോൾ അതുപോലെ ഞാൻ ഒന്നുകൂടെ അഴിച്ചിട്ട് അറ്റത്തുനിന്ന് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്കും കൂടെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഞാനതൊന്നും കട്ട് ചെയ്യാതെ നിങ്ങൾക്ക് കാണിച്ചു തരണം കേട്ടോ. നമ്മൾ വിചാരിക്കും ഈ യൂട്യൂബിൽ ചെയ്യുന്നവരെല്ലാവരും ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്യുന്നതാണ്, നമുക്കതുപോലെ പറ്റണില്ലല്ലോ എന്ന്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ. അഴിച്ചു നോക്കും, പിന്നെ ഇട്ട് നോക്കാൻ പറ്റിയതാണെങ്കിൽ ഇട്ട് നോക്കും, എന്നിട്ട് ഷേപ്പ് ചെയ്യും, അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നിട്ടാണ് അവർ ലാസ്റ്റ് നമ്മൾ ഇട്ടിട്ടുള്ള വീഡിയോ ഉണ്ടല്ലോ, അതായത് ചിലരൊക്കെ ഇങ്ങനെ ബ്ലൗസ് അല്ലെങ്കിൽ ബ്ലൗസല്ല ഇങ്ങനെ ടോപ്പൊക്കെ തയ്ച്ചിട്ട് ഇട്ടിട്ട് കാണിക്കൂലേ, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ കറക്റ്റ് അളവിൽ വന്നിട്ടില്ലെങ്കിൽ അതത് ഓൾട്രേഷനൊക്കെ ചെയ്തിട്ടൊക്കെ ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. കാൽക്കുലേഷനൊക്കെ കറക്റ്റാണെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കരുതിയാലിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ അങ്ങനെ കറക്റ്റായിട്ട് അറിയാത്തവർക്ക് ഒരു പ്രാവശ്യം അടിക്കുമ്പോൾ ക്ലിയർ ആവും, പിന്നത്തെ പ്രാവശ്യം അടിക്കുമ്പോൾ ക്ലിയർ ആകാതെ വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ അയ്യോ നമ്മൾ ചെയ്തിട്ട് എന്താ ശരിയാവാത്തത്. എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ പുറം ലോകം അറിയണില്ല എന്ന് മാത്രം. ഞാനത് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട. എല്ലാവരും ചെയ്ത് തന്നെയാണ് ക്ലിയറായിട്ട് വരണേ കേട്ടോ. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കുക, നിങ്ങൾക്കറിയാവുന്ന രീതിയിലൊക്കെ നിങ്ങളും ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് ക്രമേണ അത് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ ആ കഴുത്ത് ഒരുപാട് വീതി കുറച്ചും ചെയ്യരുത്. ഇപ്പോൾ ഇത് ഒരു പൈപ്പിംഗ് പോലെ ആയിട്ടുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോണ്ടല്ലോ ഒരു 2.5 ഇഞ്ച് വീതിയിൽ തുണി എടുക്കുക, എന്നിട്ട് അതിനെ മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 ഇഞ്ച് വീതി നമുക്ക് കിട്ടും. അത് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിപ്പോൾ വീതി തീരെ കുറവാണ്, തുണി ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ഉള്ള തുണിയൊക്കെ വെച്ച് ഞാൻ റെഡിയാക്കി എടുത്തതാണ് കേട്ടോ. പക്ഷേ എനിക്ക് തയ്ച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഞാൻ തേച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഈ മെറ്റീരിയൽ ഇങ്ങനെ ഓർഗനൈസ് ആയതുകൊണ്ടേ തേക്കാതെ കണ്ടാലും ഒരു ഭംഗി തോന്നൂല. അപ്പോൾ നിങ്ങളിങ്ങനെ ഒരു കോട്ടൺ മെറ്റീരിയൽ ആദ്യം ചെയ്ത് നോക്കുക കേട്ടോ. ക്രോസ് ആയിട്ടാണെങ്കിൽ ഇത്തിരി പാടായിരിക്കും കേട്ടോ. നമ്മൾക്ക് തോന്നും ഇതിങ്ങനെ ക്രോസ് ആയിട്ടായിരുന്നെങ്കിൽ കോളർ, പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ ക്രോസ് ആയിട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ അടിച്ചു വരാനായിട്ട്. കണ്ടാൽ തേച്ചപ്പോൾ നല്ല ഭംഗിയില്ലേ. ഇനി ഇവിടെ ആ ഫ്രണ്ടിലുള്ള വള്ളി കെട്ടി വെക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കൈയൊക്കെ പഫൊക്കെ ആയിട്ട് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. എനിക്കിഷ്ടമായി, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് ഇതിൻ്റെ അകത്ത് ഫ്ലോറൽ ഡിസൈനാണ് ഇഷ്ടമായത്. പ്ലെയിൻ ജീൻസിൻ്റെ കൂടെ ഈ ഫ്ലോറൽ ഡിസൈൻ്റെ ടോപ്പൊക്കെ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. താങ്ക്